ഈ കുണ്ട് കിണറ്റിൽ തവള കുഞ്ഞിന് കുന്നിന് മീതെ പറക്കാൻ മോഹം എന്ന് നമ്മളൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഇടതുമുന്നണിയിലെ CPI. ഇവർ ഡൽഹിയിലേക്കൊരു പിന്നെ കേന്ദ്രത്തിനെതിരെ ഒരു വലിയ നീക്കം നടത്താൻ വേണ്ടി ഒരു ജാഥയായിട്ടങ്ങ് ചെല്ലാൻ തീർച്ചപ്പെടുത്തിയതാണ്. ഒരു ട്രെയിൻ വരെ ബുക്ക് ചെയ്ത് കേന്ദ്ര സർക്കാർ ആ ട്രെയിൻ അങ്ങ് റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ അടച്ചു എന്നൊക്കെ CPI പറയുന്നുണ്ട്. CPIയുടെ ഈ ഭീഷണി എന്താണ് കേന്ദ്ര സർക്കാരിനെതിരെ? അല്ല, ഇതിനകത്ത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്തതെന്ന് എനിക്കറിയില്ല. റദ്ദ് ചെയ്യേണ്ട കാര്യമില്ല. റദ്ദ് ചെയ്യേണ്ട കാര്യമില്ല. സർക്കാരിന് പണം കിട്ടുന്നുണ്ടോ? സർക്കാരിന് പണം കിട്ടുമല്ലോ. ഇനി റദ്ദ് ചെയ്താനായിട്ട് സാങ്കേതികമായ എന്തെങ്കിലും കാരണങ്ങൾ കാണുമായിരിക്കാം. പിന്നെ മറ്റൊന്ന്, വേറൊരു കാര്യം കൊണ്ട് റദ്ദാക്കാം. പോകാൻ ആളില്ലാത്തതുകൊണ്ട് എന്തായിക്കൂടെ? ട്രെയിൻ മാത്രം പോയാൽ മതിയോ? അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് കൊണ്ടുപോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്നത് ഈ ബംഗാളികളെ വേണം. ബംഗാളികളും ബീഹാറികളും അന്യദേശ തൊഴിലാളികളെ ട്രെയിൻ നിറച്ച് കൊണ്ടുപോകും. പക്ഷേ അവൻ അവിടെ നിന്ന് അവൻ്റെ വീട്ടിൽ പോകും, ഈ ജാഥയ്ക്ക് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആളെ കിട്ടാത്തത് കൊണ്ടും റദ്ദാക്കാം, സാങ്കേതികമായ കാരണം പറഞ്ഞും റെയിൽവേക്ക് റദ്ദാക്കാം. എൻ്റെ സംശയം അതല്ല. സാറേ, ഈ ഇവിടുന്ന് ഡൽഹിയിലൊരു സമ്മേളനം നടത്താൻ ഇവിടുന്ന് എന്തിനാണ് ആളിനെ കൊണ്ടുപോകുന്നത്? ഡൽഹിയിൽ ആളിനെ കിട്ടത്തില്ല. അഖിലേന്ത്യാ പാർട്ടിയല്ലേ? അഖിലേന്ത്യാ പാർട്ടിയല്ലേ? അജോയ് ഭവൻ അവിടെ അല്ലേ ഉള്ളത്? അപ്പോൾ അവർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. CPM-നാണെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇത് CPI എന്ന് പറയുന്നത് 1925-ലുണ്ടായ പാർട്ടിയാണ്. ഒരു മാറ്റമില്ല, നിൽക്കുകയല്ലേ. 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ആ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ആളിനെ കൊണ്ടുപോയി കേന്ദ്ര സർക്കാരിനെ വിറപ്പിക്കണം എന്ന് പറഞ്ഞാൽ എത്ര ശോചനീയമായ ഒരു സ്ഥിതിയിൽ. എന്നാൽ ഈ 100 വർഷം പിന്നിട്ടിരിക്കുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. സാറേ, അത് പറയുമ്പോഴേ 1926-ലാണെന്ന് എൻ്റെ ഓർമ്മ. CPIയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോഴേ സത്യഭക്തൻ എന്ന് പറഞ്ഞൊരാൾ, അയാൾ വലിയൊരു കമ്മ്യൂണിസ്റ്റ് തന്നെ, അയാൾ പറഞ്ഞു, നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. റഷ്യയുടെ സ്റ്റൈലിൽ പോകട്ടെ, ചൈനയുടെ സ്റ്റൈലിൽ പോകട്ടെ, മറ്റേത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അവരുടെ രീതിയിൽ പോകട്ടെ, നമുക്ക് ഇന്ത്യൻ കൾച്ചറിന്, നമ്മുടെ ഭാരതത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നമുക്കിവിടെ ആവശ്യം. അല്ലാതെ കാൾ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നടത്താൻ നമ്മൾ പോയാൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞതിന് ആ മനുഷ്യനെ അടിച്ച് പുറത്താക്കി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം പറയാം. 2, CPI രൂപീകരിച്ചതിന് ശേഷം 64-ന് ശേഷം CPI നയിച്ചുകൊണ്ടിരുന്നത് SA ഡാംഗെയാണ്. SA ഡാംഗെ പറഞ്ഞു, കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയെങ്കിലേ, അതായത് ദേശീയ ഭൂഷ്വാസിയുമായിട്ട് കൂട്ടുകൂടിയെങ്കിലേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഡാംഗെ പാർട്ടി നിന്ന് പുറത്താക്കി. സാർ ആലോചിക്കണം, ഡാംഗെ പാർട്ടി നിന്ന് പുറത്താക്കി. ഇത് പറഞ്ഞ് എന്തിന്? കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടണം പറഞ്ഞു. CPIയുടെ ലക്ഷ്യം എന്തുവാണ്? വിപ്ലവം നടക്കണ്ടേ? അതെ, നല്ല പറ്റത്തില്ലല്ലോ. വിപ്ലവം നടത്താനൊക്കെ ഇവർ വന്നിരിക്കുന്നത്. എങ്ങനെ വിപ്ലവം നടക്കുന്നത്? ദേശീയ ജനാധിപത്യ വിപ്ലവമാണ് CPI നടത്തുന്നത്. CPM അങ്ങനെയല്ല. CPM ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. അതായത് ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ദേശീയ ഭൂഷ്വാസിയും തൊഴിലാളിയും കൂടെ ചേർന്ന് ഒന്നിച്ച് അണിനിരന്ന് വേണം ഇവിടെ വിപ്ലവം നടത്താൻ. ഈ ദേശീയ ഭൂഷ്വാസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മധ്യവർഗ്ഗമാണ് ഇവർ ഈ ദേശീയ ഭൂഷ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂഷ്വാസി എന്ന് പറയുന്നത് മധ്യവർഗ്ഗമാണ്. അപ്പോൾ ഈ ദേശീയ ഭൂഷ്വാസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മധ്യവർഗ്ഗത്തിനെയാണ് അവർ ഭൂഷ്വാസിയായിട്ട് കാണുന്നത്. അവരും കർഷക തൊഴിലാളിയും ചേർന്ന് വേണം ഇന്ത്യ വിപ്ലവം നടത്താൻ. CPM പറഞ്ഞാൽ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. CPM പറഞ്ഞാൽ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തണം എന്ന് പറയാൻ തൊഴിലാളികളും ഭൂഷ്വാസിയെ വേണ്ട, തൊഴിലാളികളും പൊതുജനവും കൂടെ വിപ്ലവം നടത്തിയാൽ മതി. ഇതിനാണ് അവർ ശ്രമിച്ചത്. ഇന്ന് ദേശീയ ജനാധിപത്യവും ഇല്ല, ജനകീയ ജനാധിപത്യവും ഇല്ല. പാർലമെൻറ്റിലെ ഇരിക്കുന്ന ഈ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയത് വേറെ കാര്യം. കേരളത്തിൽ CPIയുടെ കാര്യം ഇല്ലല്ലോ, CPM-ൻ്റെ ഒരാളല്ലോ. അത് ചേലക്കര രാധാകൃഷ്ണനായിട്ട് ജയിച്ചു വന്നതാണ്. CPM-ന് അവിടെ കിട്ടിയ 1-2 സീറ്റ് എന്ന് പറയുന്നത് പിന്നെ DMK കൊടുത്ത സീറ്റല്ലേ. 2 സീറ്റ് DMK തമിഴ്നാട്ടിൽ കൊടുത്തു. 1 സീറ്റ് കോൺഗ്രസ്സാണ് സാറേ പിന്നെ രാജസ്ഥാനിൽ കൊടുത്തത്. കോൺഗ്രസിൻ്റെ മേഴ്സിലല്ലേ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിൽക്കുന്നത്? ആലോചിച്ച് നോക്കണം. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇനി ഒന്നിച്ചുകൂടെ? കോൺഗ്രസിൻ്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞാലല്ലയോ ഈ പ്രശ്നം ഉണ്ടായത്. പക്ഷേ ഈ BJPയുടെ ജയം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് CPIക്ക് തന്നെയാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ CPIയുടെ സീറ്റല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നിയമസഭയിൽ ചാത്തന്നൂർ CPIയുടെ സീറ്റായിരുന്നു. ഇനി ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ എന്തിൻ്റെ പേരിലാണ് സമരം ചെയ്യുന്നതെന്നറിയാമോ? ഒന്ന്, പൊതുവിദ്യാഭ്യാസം സംശുദ്ധമായി നടപ്പിലാക്കുക. മറ്റൊന്ന്, വിലക്കയറ്റം തടയുക. മൂന്നാമത്തത്, തൊഴിലില്ലായ്മ പരിഹരിക്കുക. എന്നീ കാര്യങ്ങൾ
മുമ്പോട്ട് വെച്ചുകൊണ്ടാണ്, കേന്ദ്ര നയം തിരുത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഈ പൊതുവിദ്യാഭ്യാസം സംശുദ്ധമാക്കുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടിയാണ് PM ശ്രീ പദ്ധതി. ആ PM ശ്രീ പദ്ധതിയെ മെയിനായിട്ട് എതിർക്കുന്നത് CPI-കാരാണ്. സാറേ, ഇവർ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉദാഹരണത്തിന് 10 കൊല്ലം CPI-യുടെ മന്ത്രിമാരുണ്ടായിരുന്നല്ലോ ഈ മന്ത്രിസഭയിൽ. ഇവർ ദേശീയ ഭൂഷ്വാസി കർഷകനും ഉണ്ടല്ലോ. കുട്ടനാട്ടിലെ കർഷകന് അവൻ്റെ അടുത്ത് നെല്ലിൻ്റെ കാശ് കൊടുക്കാതിരുന്ന ഒരു കൃഷിമന്ത്രി ഉണ്ട്. അത് CPI-യുടെ കൃഷിമന്ത്രിയാണ് പ്രസാദ്. CPI-യുടെ കൃഷിമന്ത്രിയല്ലേ? ആ എടുത്ത നെല്ലിന് കാശ് കൊടുക്കാൻ പറ്റാത്ത ഒരു കൃഷിമന്ത്രി. പിന്നെ റവന്യൂ മന്ത്രി ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പരിപൂർണ പരാജയമായിരുന്നു ഈ 10 വർഷത്തെ CPI-യുടെ ഭരിച്ച വകുപ്പിലെങ്കിലും. അവിടെ അവർക്കൊരാൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയോ? കാർഷിക രംഗത്തല്ലേ സാറേ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത്? 10 വർഷം കാർഷിക രംഗം കൃഷി ഭരിച്ചുകൊണ്ടിരുന്നത് CPI അല്ലേ? എന്തിനാ ഡൽഹി പോകുന്നത്? എന്തിനാ? കേരളത്തിലെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? തരിശ് കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് എന്താ സാറേ കൃഷി ചെയ്യാൻ പറ്റും? ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നിട്ട് ഡൽഹി പോവാ, ഡൽഹി വിറപ്പിക്കാൻ. ഇപ്പം ഈ ബിനോയ് വിശ്വം അങ്ങോട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അമിത്ഷാ രാജ്യം വിട്ടു പോകുന്നതാണ്. ആപ്പാടെ ട്രംപ് വിഷമിച്ചിരിക്കുക. ട്രംപിനെ MA ബേബി വിരട്ടിയിരിക്കുക. മര്യാദയ്ക്ക് ഇറാഖിലെ യുദ്ധം നിർത്തിക്കോ, ഞങ്ങളുടെ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനമെടുത്തു, വിവരമറിയുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് അത് വായിച്ചതിന് ശേഷമായി ട്രംപ് വിമാനം മാറി കയറിയത്. അങ്ങോട്ട് ഈ ബേബി സഖാവ് എന്താ ചെയ്യുന്ന അറിയാനൊക്കത്തില്ല. അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ച ട്രംപ് വിമാനം മാറി കയറിയ അറിഞ്ഞില്ല. എൻ്റെ ഈ നാട്ടുകാരെന്ത് പറഞ്ഞാലും ബേബി സഖാവിൻ്റെ ഒരു വിരട്ട് കേട്ടുകൊണ്ടാണ് ട്രംപ് പോയതെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം ഇദ്ദേഹത്തിൻ്റെ ബിനോയ് വിശ്വത്തിൻ്റെ വിരട്ട് കേട്ട് അമിത്ഷായും പിന്നെ നരേന്ദ്രമോദിയൊക്കെ രാജിവെച്ച് പോകുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു CPI ഒരു നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നിലനിൽപ്പിന് ആരാ ഉള്ള CPIക്ക് രാജ്യസഭാംഗം എന്ന് പറയുന്നത്? ഒരാളല്ലേ ഉള്ളൂ, സന്തോഷ് കുമാർ. ഇനിയിപ്പോൾ അത് കാലാവധി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇല്ല. സാറേ, CPIയുടെ അതിനൊരു ഫിലോസഫിയിൽ സാറേ നിൽക്കാൻ. പിന്നെ തൃശ്ശൂർ തോറ്റതാരാണ്? VS സുനിൽകുമാറാണ്. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പിന്നെ ഇദ്ദേഹം ജയിച്ചത്? 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ ഈ VS സുനിൽകുമാറും ഈ പിന്നെ ബിനോയ് വിശ്വമൊക്കെ കാലഹരണപ്പെട്ട ദേ ആർ നോട്ട് കമ്മ്യൂണിസ്റ്റ്. അവർ കമ്മ്യൂണിസ്റ്റ് അല്ല. അവരുടെ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വായിച്ചാൽ അവർ കമ്മ്യൂണിസ്റ്റ് അല്ല. അവരുടെ മനസ്സിൽ കമ്മ്യൂണിസം ഇല്ല. അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഒമർ സാർ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. സാർ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് CPIക്ക് ലോക്സഭയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് 4 മണ്ഡലമാണ്. ആ 4ഉം ഏതാണ്ട് സ്റ്റാർ മണ്ഡലമാണ്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമാണ് സ്റ്റാർ മണ്ഡലമായത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കാം. ഇവിടെ CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ CPMകാരൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ കാണത്തില്ല. ഇവരൊക്കെ തൊട്ടയൽ മണ്ഡലങ്ങളിലേക്ക് പോവുക, ആറ്റിങ്ങലിൽ പോവുക. അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM പ്രവർത്തിച്ചിട്ടില്ല. അവരൊക്കെ എനിക്കൊന്ന് വടകരയിലും ആലത്തൂരും പോയി. ഇതാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അല്ല സാറേ, ഞാൻ ചോദിച്ചോട്ടെ, CPIക്ക് ഇത് ചെയ്തുകൂടെ? ആറ്റിങ്ങലുള്ള CPIക്കാർക്ക് തിരുവനന്തപുരത്തോട്ട് വരാമല്ലോ. വരാൻ ആൾ വേണ്ടേ? CPMന് പോകാൻ ആളുണ്ട്, CPIക്ക് പോകാൻ ആളില്ല. ആളില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? ഇത് CPMൻ്റെ ഒരു മേഴ്സി കൊണ്ട് നിൽക്കുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ CPM കാരുണ്യം കാണിക്കുന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടി അവരോട് നന്ദിയോട് കാണിക്കുന്നത് ശരിയാണ്? അവർ അന്നദാനം നടത്തുന്നുകൊണ്ടല്ലേ ആഹാരം കഴിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ട്രെയിൻ പിടിച്ച് നേരെ അങ്ങ് ഡൽഹി ചെന്ന് വിറപ്പിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ പരാജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഡൽഹിയിൽ 4 പേരെ നിരത്താനില്ലാത്തതുകൊണ്ടല്ലയോ കേരളത്തിൽ 4 കൊണ്ട് പോകേണ്ടി വരുന്നത്? അത് തന്നെ പരാജയമല്ലേ? അത് തന്നെ പരാജയത്തിൻ്റെ ലക്ഷ്യമല്ലേ? ഡൽഹിയിലോട്ട് ആളിനെ കൊണ്ടുവരാൻ പെട്ടെന്ന് പറ്റുന്നത് UP കൊണ്ടുവരാൻ പറ്റില്ലേ? വാരണാസിയിൽ ഒരിക്കലേ ഒരു പ്രാവശ്യം CPMൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ് വാരണാസി. CPMൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച രാജസ്ഥാൻ CPIക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു. ബീഹാർ, കേരളത്തിൽ നിന്ന് പോകുന്ന അത്ര സമയം വേണ്ടായല്ലോ. ബീഹാറിലായിരുന്നു ഇവരുടെ നേതാവ് കനയ്യകുമാർ മത്സരിച്ചത്. ഇവിടെ വന്നൊരു ഗഞ്ചിറെക്കുട്ടി പാടുകയൊക്കെ ചെയ്യുന്നുണ്ടില്ലായിരുന്നു. ഗഞ്ചിറെക്കുട്ടി പാടുന്ന കണ്ടുകൊണ്ട് കനയ്യകുമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് പോലും പറഞ്ഞ് CPIക്കാരന്മാരുണ്ട്. അപ്പം അവർക്ക് രാജസ്ഥാനിലെ ഒരു കാലത്ത് ആളുണ്ടായിരുന്നു. ബീഹാറിൽ വലിയ വേരുകളുള്ള പാർട്ടിയായിരുന്നു. വലിയ സ്വാധീനം ബീഹാറിൽ അവർക്കുണ്ടായിരുന്നു. UPയിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കിട്ടുന്ന ഞാൻ 2-3 സംസ്ഥാനങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അവിടുന്ന് ആളിനെ വിളിക്കുന്നതിന് പകരം അവിടെ എല്ലാം വംശനാശം വന്നുപോയി. അവിടെ ഒരു തൈക്ക് ഒരു മരുന്നിന് പോലും ഒരു CPIക്കാരനെ കിട്ടാനില്ല. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് അവിടെ പോവുക. എന്ത് മണ്ടത്തരം പറയാം. എന്തിനു വേണ്ടിയാണ്? ഉടനെ തൊഴിൽ വേണമെന്ന്. 10 കൊല്ലം ഭരിച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ?
10 കൊല്ലം ഭരിച്ചിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റമാണ് CPI ചെയ്യാൻ കഴിഞ്ഞത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ പാവപ്പെട്ട കുട്ടികൾ പഠിച്ചോട്ടെ, സാർ സൂചിപ്പിച്ച പോലെ തന്നെ പഠിച്ചോട്ടെന്ന് വിചാരിച്ചല്ലേ അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നതല്ലായിരുന്നോ നമ്മുടെ PMC പദ്ധതി? ഈ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ മാറി ഇനി. ഇപ്പം തന്നെ 1 കോടി യുവാക്കൾക്ക് പിന്നെ AI പരിശീലനം കൊടുക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. നമ്മുടെ PMC പദ്ധതി പഠിപ്പിക്കുന്ന സ്കൂളുകളിലൊക്കെ ഈ പരിപാടിയായിരുന്നു വരുന്നത്. അങ്ങനെ സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റത്തില്ലായിരുന്നു. ബിനോയ് വിശ്വത്തിൻ്റെ മക്കളുടെ ഹൈടെക് ആക്കി മാറ്റുമായിരുന്നു. സാറേ, ഇത് ഇവിടെ PMCയെ എതിർക്കുന്ന ബിനോയ് വിശ്വമല്ലേ, അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ പഠിക്കുന്നത്? സാറിന് വിഷയം വയ്ക്കും വിദേശത്ത്. അതാ ഞാൻ പറഞ്ഞത്, കള്ളം മാത്രമേ പറയത്തുള്ളൂ. കാപട്യം കുറിച്ച് ഈ CPMകാരും CPIയും കൂടി ചേർന്ന് ഈ പുഷ്പനെ പോലുള്ളവരെയൊക്കെ ബലിയാടാക്കി. അത്രേ ഉള്ളൂ. അവരോടൊക്കെ നമുക്ക് സഹതാപമേ ഉള്ളൂ. അല്ല, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കൂത്തുപറമ്പിലല്ലേ വെടിവെപ്പ് നടന്നത്? ആ കൂത്തുപറമ്പിൽ ജയിച്ചാരാണ്? RJD ജയിച്ചു, CPM അല്ല ജയിച്ചത്. അവിടെ RJD ജയിച്ചത് വെറും 1200 വോട്ടിനാണ്. തോപ്പിച്ചാരെയാണ്? ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയന്തി രാജന്. 1200 വോട്ട്. അവിടെ ലീഗുകാരെ അത്യാവശ്യം വോട്ട് ചെയ്തിരുന്നെങ്കിൽ ജയന്തി രാജൻ ജയിച്ചു പോയനെയായിരുന്നു. പൊതുവെ ഈ ലീഗില് സ്ത്രീകള് വരാത്തില്ല എന്ന് പറഞ്ഞിട്ട് ജയിച്ചു വന്നത് ഫാത്തിമ തഹ്ലിയ. അല്ല, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, കൂത്തുപറമ്പിൽ പോലും ലീഗിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 1200 വോട്ടെന്ന് പറഞ്ഞാൽ എത്ര വ്യത്യാസമാണ്? 610 വോട്ട് പിടിച്ചായിരുന്നെങ്കിൽ ജയിച്ചു പോകത്തില്ലായിരുന്നു. അതുപോലെ ഇവർ പറയുന്നത് ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട് CPI. ഇവരുടെ കയ്യിലാണല്ലോ എല്ലാ കാലത്തും കേരളത്തിൽ ഈ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് സപ്ലൈകോയിൽ 13 സാധനങ്ങൾ, സബ്സിഡിയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതങ്ങനെ ഇല്ല, അവിടെ സാധനം ഇല്ലെന്ന് എഴുതി വെച്ചാൽ സസ്പെൻഡ് ചെയ്യും. സാധനം ഇല്ലാത്തല്ല പ്രശ്നം. എന്ത് സമർത്ഥനായ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു പറഞ്ഞാൽ ഈ പൂച്ച പെറ്റ് കിടന്ന 2 സ്ഥലത്താണ്. ഒന്ന് നമ്മുടെ ട്രഷറിയിലും, മറ്റൊന്ന് സപ്ലൈകോയിലും. സപ്ലൈകോയിൽ ഇപ്പം നിറയെ സാധനമുണ്ട് സാറേ. ഞാൻ കഴിഞ്ഞ ദിവസം സപ്ലൈകോയി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇവരുടെ മന്ത്രിയുടെ കഴിവുകേടല്ലേ. മറ്റേ അന്ന് അവിടെ സാധനമില്ലാന്ന് എഴുതി വെച്ച ആ ജീവനക്കാരനെ തിരിച്ച് UDF സർക്കാർ കൊണ്ടുവന്നു. സത്യം പറയാൻ പറ്റത്തില്ല. മാക്കടത്ത കള്ളം മാത്രം പറയുന്നവരുടെ പാർട്ടിക്കാർക്ക് സത്യം പറയുന്നതിനെ സഹിക്കൂ. അപ്പോൾ ഇവരെ ഇവിടെ നിന്നും പോകാതെ കേരളത്തിലെ CPMൽ ലയിച്ച് ചേർന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടുന്നതാണ് നല്ലത്. CPMനുമായിട്ട് ശക്തിയോ സമരമൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും നിന്ന് പഴിക്കാം. അതല്ലെങ്കിൽ CPI എന്ന് പറയുന്നൊരു പാർട്ടിക്ക് കേരളത്തിൽ സ്പേസ് ഇല്ല. പണ്ട് ചന്ദ്രശേഖരൻ നായരാണ് ഇത് കൊണ്ടുവന്നത്, മാവേലി സ്റ്റോർ തന്നെ. അന്ന് വലിയൊരു ഗ്ലാമറായിരുന്നു ഇതിനുണ്ടായിരുന്നെന്നുള്ളതാണ്. അത് കൊണ്ടുവന്ന് ചന്ദ്രശേഖരൻ നായരില്ലേ? അതെ. പിന്നെ കൈകാര്യം ചെയ്തിരുന്ന ആരാണ്? സാറേ, ഇത് ഞാൻ പറയുന്നത് ഒരു വകുപ്പ് ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? മന്ത്രിമാരെ ആശ്രയിച്ചല്ലേ ആ വകുപ്പ് നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാറിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന നല്ലൊരു CPI മന്ത്രിയുടെ പേര് പറ. ഇന്ന വകുപ്പ് 4 വകുപ്പുണ്ടായിരുന്നല്ലോ കയ്യിൽ, പ്രധാന 4 വകുപ്പ്. ഈ 4 വകുപ്പ് 10 കൊല്ലം ഭരിച്ചില്ലേ? എന്നിട്ട് ഒരു മന്ത്രിയുടെ പേര് നമ്മൾ ഓർക്കുന്നില്ല. പണ്ടിരുന്ന ഈ ചന്ദ്രശേഖരൻ നായരെ ഓർക്കുന്നു. VV രാഘവൻ, അദ്ദേഹമാണ് കൃഷിഭവനുകൾ തുടങ്ങിയത്. നല്ല ഒന്നൊന്നര മന്ത്രിമാരില്ലായിരുന്നു. അതെല്ലാം തകർത്ത് കളഞ്ഞ് ഇല്ലിപ്പുട്ടുകൾ, ഒരു കാശിന് കൊള്ളാത്ത ആളുകളെ പിടിച്ച് മന്ത്രിമാരുമാക്കി, ഈ ഒരു പാർട്ടിയെ നയിക്കാൻ ഇൻകോമ്പിറ്റൻ്റായ ഒരാളിനെ പിടിച്ച് പാർട്ടി സെക്രട്ടറിയും ആക്കി. ഈ പാർട്ടിക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? ട്രെയിൻ വിളിച്ചു പോയാൽ എൻ്റെ വിശ്വാസം ഈ ട്രെയിനിൽ കയറാൻ ആൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആരറിയാം ഇത്രയും ഡൽഹിയിൽ പോയി പിന്നെ 2-3 ദിവസം മെനക്കെടുന്നത്? കാശ് കൊടുത്ത തന്നെ ആളുകൾ വരുമായിരിക്കും. പണ്ട് പിന്നെ പിരിച്ച കാശൊക്കെ കാണാമായിരിക്കും. ഇപ്പം MN സ്മാരകമൊക്കെ നല്ല ഗംഭീരമാക്കി വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഈ കാലഹരണപ്പെട്ട ആശയങ്ങളും ഈ ഇൻകോമ്പിറ്റൻ്റ് ലീഡർഷിപ്പും തകർത്ത് കളയുന്ന പാർട്ടിയാണ് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. ഇത് ഇന്നത്തെ സ്ഥിതിയിലും അത് തന്നെയാണ് അവർ പോകുന്നത്. ട്രെയിൻ പിടിച്ച് ഡൽഹി ചെന്ന് അവരെ വിറപ്പിക്കാൻ പോകുന്നതിന് പകരം ഡൽഹിയിൽ പിന്നെ പോകാൻ ട്രെയിനിൻ്റെ കാശ് വേണ്ടേ? ഇവിടെ 2 പേർക്ക് നല്ല വീട് വെച്ച് കൊടുക്കട്ടെ. സഹാക്ക് കൊടുത്താൽ മതി, വെറും സഹാക്ക് കൊടുത്താൽ 2 പേർക്ക് CPI വീട് വെച്ച് കൊടുക്കട്ടെ. അതിന് പകരം ഈ ഡൽഹിയിൽ പോയി കിടന്ന് കസർത്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ ശ്രദ്ധിക്കത്ത് പോലുമില്ല. പാർലമെൻറ്റ് ഹൗസിൻ്റെ അടുത്ത് പോലും ഒന്നും ചെല്ലാനൊക്കത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അതിനടുത്തെങ്ങാനും ചെല്ലും, അവരെ പിന്നെ പറഞ്ഞു വിടും, തിരിച്ചിങ്ങ് പോരുകയും ചെയ്യും. ഇത് നമ്മുടെ ഇവരുടെ ആരോഗ്യവും സമയവും ധനവും ദുർവിനിയോഗം ചെയ്യുകയാണ്. അതിന് പകരം ആ പിരിച്ച പണം കൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്താൽ നല്ല വീട് തന്നെയാണ്, തീർച്ചയായിട്ടും മിനിമം വീട്. 2 വീടെങ്കിലും പണിത് കൊടുക്കാൻ ബിനോയ് വിശ്വം തയ്യാറാകട്ടെ. അല്ല, ഡൽഹി പോയിട്ട് ഒരു കാര്യമില്ല, ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഡൽഹി പോയാൽ ഒട്ടും കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.